നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു സോയാബീൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ആദ്യം നമുക്ക് സോയാബീൻ ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകിയെല്ലാം വെള്ളത്തിൽ തന്നെ ഇട്ടേക്കും. അപ്പം നമുക്കിനി അത് വെക്കുന്നതെന്ന് കാണാം എങ്ങനെയാണ്. അപ്പം നമുക്ക് സോയാബീന് വേണ്ടിയ മുളകും എല്ലാ സാധനങ്ങളും എടുക്കണം. അപ്പം നമുക്ക് ഈ സോയാബീൻ ചീനിച്ചട്ടിക്കകത്തോട്ട് ഒന്ന് വാരിയിട്ട് നമുക്കിതൊന്ന് വേവിക്കാം. ഇച്ചിരി ഉപ്പും മഞ്ഞളും ഇട്ട് വേണം നമുക്കിത് വേവിക്കാൻ വെക്കാൻ. മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് നമുക്ക് ഇതൊന്ന് വേവിക്കാം. അപ്പം നമുക്കിതിനകത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെച്ച് ഗ്യാസ് ഒന്ന് കത്തിക്കും. അപ്പം നമ്മുടെ സോയാബീൻ ഇരുന്ന് വേവിട്ട് നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ ഉള്ളി ഒന്ന് പൊളിച്ചെടുക്കാം. അപ്പം നമ്മൾ ആ ഉള്ളി മൊത്തം നമ്മളിങ്ങനെ പൊളിച്ച് എടുത്തു. ഇനി നമുക്ക് ഒരു ടൊമാറ്റോ കൂടെ നമ്മളിതിനകത്ത് ഇട്ടേക്കുന്നത്. ഇനി ഈ ഉള്ളിയെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിയണം. അപ്പം നമ്മുടെ ഇത് സോയാബീൻ കിടന്ന് വേവുന്നു. അപ്പം നമുക്ക് ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിയെല്ലാം നമുക്ക് ഇതൊന്ന് ഇവിടെ ഇരുന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ കാലിന് എനിക്ക് വേദനയാണ്, കാരണം ഞാൻ കസേര ഇട്ടേക്കും എല്ലാം വെക്കാനൊക്കെ അരിയുന്ന ഇവിടെ നമ്മുടെ ആ ഉള്ളി മൊത്തം ഒന്ന് അരിഞ്ഞ്. അപ്പം നമ്മുടെ ഉള്ളിയെല്ലാം നമ്മൾ അരിഞ്ഞ് ഈ ഒരു ഉള്ളി കൂടെ കട്ടറുണ്ട്. നമ്മൾ കട്ടർ എടുത്തില്ല, ഞാൻ കൈകൊണ്ട് തന്നെ അരിയും. ഉള്ളിയുടെ ഈ വെള്ളത്തെ അങ്ങ് കണ്ടിച്ച് കളഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പം നമ്മളെ ഉള്ളി അങ്ങ് അരിഞ്ഞ് മാറ്റി വെച്ച് ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. തക്കാളിക്കായി ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിയും. അരിഞ്ഞത്. അപ്പം നമ്മൾ അടുത്ത ഇനി നമ്മൾ ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ നമുക്ക് പൊളിച്ചെല്ലാം വെക്കാം. അപ്പം നമ്മളിന്ന് വെക്കുന്ന സോയാബീൻ തേങ്ങാപ്പാൽ ചേർത്താണ് നമ്മൾ വെക്കുന്നത്. അപ്പം പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ ഇടുമ്പോൾ നിങ്ങളെ കാണിക്കാം. അതുകൊണ്ട് അധികം വെളുത്തുള്ളി ഇഞ്ചിയൊന്നും നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തല്ലേ വെക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു രുചിക്ക് വേണ്ടി 5-6 വെളുത്തുള്ളിയും കൂടെ നമുക്ക് ചെയ്യാം. നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ കസേരയിൽ ഇരുന്നുണ്ടെന്ന്. എനിക്ക് കാലിന് വേദനയാണ്. നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പം കാലിനങ്ങ് വേദന. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു കസേര കിടന്നു, സ്റ്റൂള് കിടന്നു, അത് കയറിയിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിലിരുന്നുണ്ടായി ചെയ്യുന്നു. പിന്നെ പാറക്കുട്ടി ഉറങ്ങുക, അതുകൊണ്ട് കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് വീഡിയോയിൽ എടുക്കാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവളൊന്നും സമ്മതിക്കത്തില്ല എന്നെ കൊണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു വലിയ വീഡിയോ ഇട്ടിട്ട് ഒത്തിരി ദിവസങ്ങളായി. എന്നാലും ഞാൻ ഇടും ഇടയ്ക്കിടയ്ക്ക്. അപ്പം നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അപ്പം ഈ കൊച്ചു യൂട്യൂബുകാരൊക്കെ ഒന്ന് മെച്ചപ്പെട്ട് വരണ്ടേ. നിങ്ങളെ എല്ലാവരും ഒന്ന് സഹായിക്കണം. ഓക്കെ, പിന്നെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യും. എനിക്ക് ഇതുവരെ കമൻറ്റൊന്നും വന്നിട്ടില്ല. കമൻറ്റൊന്നും ആരും അയച്ചിട്ടില്ല. ഇനിയും കൊള്ളരുതാത്തോണ്ടാണെന്നൊന്നും അറിയത്തില്ല. പിന്നെ അപ്പം നമ്മൾ ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നേ കാണിക്കും. നമ്മുടെ സോയാബീൻ വെന്തിട്ടുണ്ട്. നമുക്കതൊന്ന് വാങ്ങി വേറെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കാം തണുക്കാൻ. അപ്പം നമ്മൾ ആ ചീനിച്ചട്ടി തന്നെ ഒന്നുകൂടെ ഒന്ന് കഴുകിയിട്ട് നമ്മൾ അടുപ്പിലോട്ട് വെച്ച് ഒന്ന് ഗ്യാസ് ഒന്ന് കത്തിച്ച് ആ വെള്ളം ഒന്ന് പോട്ടെ. അതുവരെ നമുക്ക് ഇത് വെക്കാം. അപ്പം നമ്മുടെ എണ്ണയൊന്ന് മൂത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കുറച്ച് പെരിഞ്ജീരകം ഇടും. നമുക്ക് കുറച്ച് കടുക് ഇടും. പിന്നെ നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ ഉള്ളി അരിഞ്ഞതെടുത്തിടാം. നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കും. ഇനി നമുക്ക് ഇതൊന്ന് വാടുന്നിടം വരെ
നമുക്ക് ഇച്ചിരി ഉപ്പിടാം. നമ്മുടെ ഈ ഉള്ളി ഒന്ന് വാടിയിട്ട് നമുക്ക് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ചതച്ചിടണം. അപ്പം നമുക്ക് ഇതിന് വേണ്ടി കുറച്ച് തേങ്ങ ഒന്ന് തിരുമ്പിടും. പിന്നെ നമുക്ക് ആ സമയം കൊണ്ട് നമ്മൾ ഒരു തക്കാളിക്കായും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇരിപ്പുണ്ട്. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊന്നും ഇട്ട് അത് നല്ലോണം ഒന്ന് മൂക്കട്ടെ. മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ടൊമാറ്റോ ഇടാം, തക്കാളിക്കായി. അപ്പം അതൊന്ന് മൂക്കണം. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരുന്നുണ്ട്. കുറച്ച് തേങ്ങയും ഞാനിവിടെ തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നല്ലോണം അരച്ചിതിൻ്റെ പാലെടുക്കാം. അപ്പോൾ ഇതിവിടെ കിടന്നുള്ളി ഒന്ന് മൂക്കട്ടെ. അപ്പം നമുക്ക് നമ്മുടെ ആ തക്കാളിക്കായും കൂടി ഇതിനകത്ത്, തക്കാളിക്കായും കൂടെ കിടന്നൊന്ന് വഴറ്റിയിട്ട് നമുക്ക് മസാലകളൊക്കെ ചേർക്കും. നമ്മൾ ഇത് തല്ലിപ്പിച്ച് നമ്മുടെ മസാലകളെല്ലാം അത് വെച്ച് ചേരും. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് മസാലകൾ ചേർക്കും. ആദ്യം നമ്മൾ ചേർക്കുന്ന ഇച്ചിരി മഞ്ഞൾ, അത് കഴിഞ്ഞ് നമുക്ക് മുളക് പൊടി കുറച്ച് മതി, മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കാം. ഇത് നമ്മുടെ ഇതിങ്ങനെ ഒന്ന് ഇരിക്കട്ടെ. നമ്മുടെ സോയാബീൻ എന്തായി നോക്കട്ടെ. സോയാബീൻ ഞാൻ ഊറ്റിയതേ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഊറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് ചുമ്മാ ഇങ്ങനെ ഒന്ന് കാണിച്ച് കീറിയിടുന്ന പോലെ വലിയ കഷ്ണമായിട്ട് കിടക്കണ്ട. അതുകൊണ്ടാണ് ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇതിട്ടൊന്ന് ഇളക്കാം. നമ്മൾ ഉപ്പൊക്കെ ഇട്ടിരുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ച് ഇതിനകത്തോട്ട് എടുത്തൊഴിക്കാം. രണ്ടാം പാൽ നമ്മുടെ രണ്ടാം പാലിട്ട് ഒഴിച്ച് ഒന്ന് തിളക്കട്ടെ. നമുക്കിതിന് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കാം. ഉപ്പൊക്കെ ശരി, ഉപ്പൂടെ വേണം. നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിനകത്തോട്ട് ചേർക്കാം. പിന്നെ ഗരം മസാല നമ്മൾ ലാസ്റ്റ് ചെയ്ത് ചേർക്കുന്നത്. അപ്പം നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി കുറച്ച്. അപ്പം നമ്മുടെ നമുക്ക് ഒരു ശകല ഗരം മസാലയും കൂടി. ഗരം മസാല ഇവിടുത്തെയാണ്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ എടുത്തിട്ടിട്ടില്ല, അതുകൊണ്ടല്ല ഞാനിപ്പോൾ അതേ ചേർക്കത്തുള്ളൂ. നമ്മൾ ഇച്ചിരി ഗരം മസാലയും കൂടി ചേർക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ നമുക്ക് മല്ലിയിലയൊക്കെ ഇനി ബജാറിൽ പോയി എല്ലാം മേടിച്ചുകൊണ്ട് വരണം. നമ്മൾ വന്ന ഇവിടെ ഒരാഴ്ച ഒരു ദിവസമേ ഉള്ളൂ, ബുധനാഴ്ചയേ ഉള്ളൂ. അപ്പം നമ്മുടെ സോയാബീനെല്ലാം ഇനി നമ്മൾ സോയാബീനെല്ലാം വെന്ത് നമ്മൾ വേവിച്ചല്ലായിരുന്നു ഇത് ചെയ്തത്. അത് കാരണം എല്ലാം നല്ലോണം വെന്ത് ഉപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്കിനി ലാസ്റ്റ് നമുക്ക് തനിപ്പാലൊഴിക്കും. നല്ല രുചിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നമ്മുടെ തനിപ്പാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു, അത് നമ്മൾ എടുത്തിങ്ങോട്ട്. അപ്പം നമ്മൾ തീ ഏറ്റവും കുറച്ചാണ് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ തനിപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കുകയോ ചെയ്യരുത്, കൊള്ളത്തില്ല. തിളച്ച് കഴിഞ്ഞാൽ അത് വല്ലാതെ. അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന്, ഇത് ചോറിനുമാണെങ്കിലും കൂട്ടാൻ, പിന്നെ ചപ്പാത്തിക്കാണെങ്കിലും ഏതിനും കുഴിക്കാം നമുക്ക്. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ
ഉണ്ടാക്കി നോക്കുക, നല്ല അടിപൊളിയായിരിക്കും. ഞാൻ ഒരു വട്ടം ഉണ്ടാക്കിയിട്ടാണ് ഇതിങ്ങനെ വെച്ച്. അപ്പം നമ്മൾ തേങ്ങായും ചേർക്കുമല്ലോ ചിലരൊക്കെ, ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയാൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. നിങ്ങളെല്ലാവരും ഒന്ന് വെച്ച് നോക്കിയിട്ട് എനിക്ക് കമൻറ്റൊക്കെ ഇടണേ. അപ്പം നിങ്ങളെല്ലാവരും കണ്ടല്ലോ, ഇങ്ങനെ സോയാബീൻ വെച്ച് നിങ്ങളിങ്ങനെ ഒന്ന് വെച്ച് നോക്കിയാൽ നല്ല അടിപൊളിയായിരിക്കും. നല്ല സോയാബീൻ കൂട്ടാനാണ് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് വെച്ച് നോക്കി എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. ഓക്കെ, ബൈ.